ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കല്ലേ? നമ്മളും സുഖമായിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? നടുവേദനയ്ക്കും കൊളസ്ട്രോളിനും പ്രമേഹത്തിനും ഫാറ്റി ലിവറിനും എന്നിവയൊക്കെ കുറയാൻ സഹായിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് അറിയണ്ടേ? ഉലുവയാണ്. ഉലുവ വെച്ചൊരു പാലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പുതുതായി കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ ഒരു ഉലുവ എടുത്തിട്ട് നമ്മൾ ഒന്ന് കുക്കറിലിട്ടിട്ട് 3 വിസിലോടെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം കിട്ടുന്ന രീതിയിൽ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്ത ശേഷം അത് മാറ്റി വെച്ചിട്ട് പിന്നീട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ്. രണ്ടാം പാൽ ആഡ് ചെയ്ത ശേഷം ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ശർക്കര അല്ലെങ്കിൽ പനശർക്കര, അത് ഞാൻ 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഈ ഒരു ശർക്കരപ്പാനി തയ്യാറാക്കിയെടുത്തത്. അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. അതിനുശേഷം നമ്മൾ തേങ്ങയുടെ 1-ാം പാൽ കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ ആഡ് ചെയ്ത ശേഷം ഒന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ഒരു ഉലുവപ്പാൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വേദനകൾക്കൊക്കെ പറ്റുന്ന ഒരു നല്ല മരുന്നാണ് ഈ ഒരു ഉലുവപ്പാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം. ചിൽഡ്രൻ ബൈ, ടേക്ക് കെയർ.